മൂന്നിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ആ ആളിനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കും. MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് ഹൈക്കമാൻഡ് നിരീക്ഷകർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അത് സമർപ്പിച്ചു. അതിൽ നിന്ന് ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കും. ജനങ്ങളുടെ പ്രതിനിധികളാണ് MLA-മാർ, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അപ്പം ഒരു പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനൊരു വ്യവസ്ഥാപിതമായ സിസ്റ്റമുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് MLA-മാരോട് ജനപ്രതിനിധികളോട് ചോദിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? നിങ്ങൾ പറയുന്നത് ചാനലുകാരുടെ അഭിപ്രായം വെച്ചെടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അതിപ്പോൾ ഞാനൊരു കാര്യം പറയാം. അഭിപ്രായം പറയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെ ആർക്കും അവകാശമുണ്ട്. സ്വാഭാവികമായി എല്ലാവരും കൂടെ ചോദിക്കാതെ ഒരാൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം തെറ്റാണ്. അതായത് ഈ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, കരിയോലി ഒഴിക്കുന്നതാണെങ്കിലും ഫ്ലക്സ് വെക്കുന്നതാണേലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പാടില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിത മാർഗമുണ്ട്. ആ മാർഗം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ല, അണികളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലേ? കോൺഗ്രസിൻ്റെ അണികളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്തുണക്കാരെ, സപ്പോർട്ട് ചെയ്യുന്നവർ, വോട്ട് ചെയ്യുന്നവർ. കോൺഗ്രസ് CPM ഒരു കേഡർ പാർട്ടി അല്ലല്ലോ. അപ്പോൾ അണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യ വിശ്വാസികളായി പിന്തുണച്ചവരൊക്കെയാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ അത് പ്രകടിപ്പിക്കാം. പക്ഷേ അത് ഫ്ലക്സ് വെക്കലോ കരിയോല് ഉപയോഗിക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനമാകുമ്പോൾ അത് പ്രതിഷേധാർഹമാണ്. അതിൽ നിന്ന് എല്ലാവരും പിന്മാറണം. എനിക്കെങ്ങനെ അത് പറയാൻ കഴിയും? PR വർക്കാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കാം. എനിക്കത് പറയാൻ പറ്റത്തില്ല. ഗ്രൂപ്പിസം ഒന്നും പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ ആരെങ്കിലും അവരുടെ അഭിപ്രായം പറയുന്നു, അത് സ്വാഭാവികമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് VD സതീശനാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. അപ്പോൾ VD സതീശൻ അല്ലാതെ മറ്റൊരു പേരിലേക്ക് എന്തിനു പോകുന്നു? ഒരാളുടെ ആവശ്യമുണ്ട്, 2 ഇലക്ഷൻ, ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ, ഞാനും ചോദിക്കട്ടെ, ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രതിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ ഭൂരിപക്ഷം VD സതീശനെ വോട്ട് ചെയ്യുന്നത് എവിടാ പറഞ്ഞിരിക്കുന്നത്? എവിടാ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് UDF നിയോഗിച്ച സ്ഥാനാർത്ഥികൾക്കാണ് എന്ന് പറഞ്ഞാൽ UDF-നാണ് ആ വോട്ടുകൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ജനങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്കെല്ലാവർക്കും കൂടെ വന്ന് അഭിപ്രായം പറയാനൊരു വേദിയില്ല, അതിന് സ്ഥലമില്ല. അപ്പോൾ ഒരു 1.5 കോടി ആളുകളെ കൊണ്ടുവരേണ്ടി വരും. അതിനാണ് ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്നതാണ് ജനാഭിലാഷവും ജനാഭിപ്രായവും. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നു. പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോൾ MP-മാർ പറയുന്നതാണ് ജനാഭിപ്രായം. ഇവിടെ MLA-മാർ പറയുന്നതാണ് ജനാഭിപ്രായം. മറ്റൊരു ജനാഭിപ്രായം കുറേ പേർ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ, ചില ചാനലുകൾ പിന്തുണച്ചതുകൊണ്ടോ, കുറേ സോഷ്യൽ മീഡിയ പറഞ്ഞതുകൊണ്ടോ അതൊന്നും ജനാഭിപ്രായമായിട്ട് എടുക്കാം. അതും അഭിപ്രായമാണെന്ന് പറയാം, ജനാഭിപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ 4 സ്റ്റേറ്റുകൾ ഭരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എത്രയോ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുള്ള പരിചയമുണ്ട്. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പോ അതല്ല, എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടാനുള്ള കഴിവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പൊന്നും അല്ല. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാഭിലാഷമെന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ അഭിപ്രായം കേട്ട് വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടും. അതൊക്കെ എന്താ പറയുന്നത്, ഊഹാപോഹമാണ്. അതൊക്കെ വല്ലാത്ത എന്താ പറയുക, ഈ
താങ്കളുടെ ഊഹത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യം. അഥവാ ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ വി ഡി സതീശനൊക്കെ ഉണ്ടാവും. അതെങ്ങനെ? ആ ചോദ്യം അപ്രസക്തമല്ലേ? വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹം പാർട്ടി തീരുമാനിക്കുന്നതിൻ്റെ കൂടെ നിൽക്കും. കോൺഗ്രസ് നേതാക്കളെല്ലാം, അത് സതീശനായാലും കെ.സി. വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും മറ്റാര് തന്നെയായാലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കും. ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെ, ഞാൻ ഈ PR എക്സസൈസ് ഒന്നും പഠിച്ചില്ല. ആരാ മുമ്പിൽ ആരാ പുറകിലെന്ന് പറയാൻ ഞാൻ പഠിച്ചില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബഹുഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ കെ.സിക്കാണ്. അതിപ്പോൾ അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം കെ.സി മുഖ്യമന്ത്രി ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പലരും. അല്ല, അതിനകത്തൊരു കാര്യം, ആ പിന്തുണ ഷീറ്റ് വന്നത് യാഥാർത്ഥ്യമല്ല എന്ന് ശ്രീ മുകുൾ വാസനിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഷീറ്റിൻ്റെ പുറത്ത് പിന്തുണ ഉണ്ടെന്നോ പിന്തുണ ഇല്ലെന്നോ പറയാൻ ഞാൻ തയ്യാറല്ല. ആരാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷെങ്കിൽ ആരാകണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഹൈക്കമാൻഡിൻ്റെ പ്രതികൾ വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം കൂടെ പറഞ്ഞെടുത്ത് അവർ തിരഞ്ഞെടുക്കും. അതെ, അത് ജനങ്ങൾ ഞാനൊരു പ്രത്യേക ആളിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പൊതുവിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഹൈക്കമാൻഡ് ആളുകളോട് നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആഗ്രഹം എന്താണ്. അത് 2 ദിവസത്തേക്കും ഒരു സംശയവുമില്ല, നീളത്തില്ല. അതൊക്കെ ആർക്കും ആരുടെയും ചിത്രം ഇടാമല്ലോ, ആരുടെയും ചിത്രം ഇടാമല്ലോ, അതിലൊരു കാര്യമൊന്നുമില്ല. അതിനൊന്നും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് കാര്യം. സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും എഴുതാമെന്ന് അതാ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ചാനലുകാർ വന്നപ്പോൾ ഞാൻ ഇത്രയും സമയം തന്നില്ലയോ എന്ന് പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാനും കേൾക്കാനും അവസരമുണ്ട്. അത് അല്ലല്ല, അതിനകത്ത് ഒരു പ്രത്യേക മുദ്രാവാക്യം ശരിയാണോ തെറ്റായെന്ന് പറയുവാൻ ഞാൻ ആളല്ല. ഓരോരുത്തർക്കും ഇഷ്ടമായ തുടങ്ങിയോ എന്നാ ഓരോരുത്തർക്കും ഇഷ്ടമായ മുദ്രാവാക്യം അവർ വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മതിയല്ല, അവർക്ക് മതിയല്ലേ? ഇനി ഇതുണ്ട്.